ഇരുവൃക്കകളും തകരാറിലായ യുവാവ് വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്കായി സുമനസ്സുകളുടെ സഹായം തേടുന്നു. കുണ്ടന്നൂർ മുട്ടിക്കൽ വെള്ളക്കുന്ന് നഗരപ്രദേശത്ത് കെട്ടിട നിർമ്മാണ തൊഴിലാളിയും സാമൂഹിക സാംസ്കാരിക പ്രവർത്തകനുമായ ചീരാത്തി വീട്ടിൽ അജീഷ് ഇരുവൃക്കകളും തകരാറിലായി ചികിത്സയിലാണുള്ളത്. വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയയിലൂടെ മാത്രമേ അജീഷിനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ കഴിയൂ. ഇതിനായി ഏകദേശം 55 ലക്ഷം രൂപ ചെലവ് വരുമെന്നാണ് കണക്കാക്കുന്നത്. നിർധന കുടുംബത്തിൻ്റെ ചികിത്സയ്ക്കായി വാർഡ് മെമ്പറുടെ നേതൃത്വത്തിൽ ചികിത്സാ ധനസഹായ കമ്മിറ്റി രൂപീകരിച്ച് ധനസമാഹരണം നടത്തിവരികയാണ്. എൻ്റെ പേര് അജീഷ്. വീട് കുണ്ടന്നൂരാണ്. എരുമപ്പെട്ടി ഗ്രാമപഞ്ചായത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഞങ്ങളുടെ ചുമത്തിൻ്റെ അവിടെ മെഡിക്കൽ ക്യാമ്പിലാണ്. ഞാൻ അങ്ങനെ ചെക്ക് ചെയ്തപ്പോഴാണ് വിവരം അറിയണത് കിഡ്നി സംബന്ധമായ അസുഖം. അതിൽ 2 കിഡ്നി ചുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇതറിഞ്ഞതിന് ശേഷമാണ് തൃശ്ശൂർ ജൂബിലി വിഷയമായിരുന്നു ട്രീറ്റ്മെൻറ്റ് നടന്നിരുന്നത്. 2 കിഡ്നി ചുങ്ങി എത്രയും പെട്ടെന്ന് അത് മാറ്റി വയ്ക്കണം എന്നാണ് പറയണത്. ഇപ്പോൾ വിജയൊരു ദയ ഹോസ്പിറ്റലാണ് ഇപ്പോൾ ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എനിക്ക് 2 പെൺകുട്ടികളാണ്. മൂത്താൾക്ക് 5ഉം രണ്ടാമത്തെ ആൾക്ക് 8 മാസം പ്രായമായിട്ടുള്ളൂ. സാമ്പത്തികപരമായിട്ട് കുറച്ച് പിന്നിലാണ് നിൽക്കുന്നത്. വീടിൻ്റെ പണി ലൈഫിൽ വീട് കിട്ടുകയും ആ വീടിൻ്റെ പണി ഫുള്ളായിട്ട് അവസാനിപ്പിക്കുക ഇതുവരെ കഴിഞ്ഞിട്ടില്ല. കഴിവിൻ്റെ പരമാവധി എല്ലാവരും ഞങ്ങൾക്ക് എന്നെ സഹായിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. എരുമപ്പെട്ടി ഗ്രാമപഞ്ചായത്ത് കുണ്ടന്നൂർ മുട്ടിക്കൽ വെള്ളക്കുന്ന് നഗർ പ്രദേശത്ത് കെട്ടിട തൊഴിലാളിയും സാമൂഹിക സാംസ്കാരിക പ്രവർത്തകനുമായ ചീരാത്ത് വീട്ടിൽ അജീഷ് ഇരുവൃക്കകളും തകരാറിലായി തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഇപ്പോൾ ആഴ്ചയിൽ 2 ദിവസങ്ങളിലായി ഡയാലിസിസ് ചെയ്തു വരികയാണ്. ഡോക്ടർമാരുടെ നിർദ്ദേശപ്രകാരം വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയയിലൂടെ മാത്രമേ അദ്ദേഹത്തെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ കഴിയൂ. അതേ തുടർന്ന് നാട്ടുകാരുടെയും വീട്ടുകാരുടെയും സുഹൃത്തുക്കളുടെയും സഹകരണത്തോടെ ജാതിമത ഭേദമന്യേ അജീഷ് ചികിത്സാ സഹായ സമിതി രൂപീകരിക്കുകയും അക്കൗണ്ട് ചേരുകയും ചെയ്തു. ഇപ്പോൾ ദയ ആശുപത്രിയിലാണ് അദ്ദേഹം ചികിത്സ നടത്തുന്നത്. അവിടുത്തെ ഡോക്ടറുമായി സംസാരിച്ചപ്പോൾ ഏകദേശം ഒരു 55 ലക്ഷത്തോളം രൂപ ചെലവ് വരുമെന്നാണ് പറയുന്നത് വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്കായിട്ട്. അപ്പോൾ ആ ഒരു ഇത്രയും വലിയൊരു തുക ഈ ഒരു നിർധന കുടുംബത്തിന് കണ്ടെത്താൻ കഴിയില്ല എന്നുള്ള ഒരു ധാരണയിൽ നമ്മൾ നാട്ടുകാരെല്ലാവരും കൂടി ഒരു സഹായ സമിതി രൂപീകരിക്കുകയും അക്കൗണ്ട് ചേർന്ന് അവർക്ക് തുടർ ചികിത്സയ്ക്ക് ആവശ്യമുള്ള ഒരു തുക സ്വരൂപിക്കുക എന്നുള്ളതിൻ്റെ ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മൾ എല്ലാവരും ചേർന്ന് ഒരു അക്കൗണ്ടൊക്കെ രൂപീകരിച്ചിട്ടുള്ളത്. അജീഷിന്റെ ശസ്ത്രക്രിയയ്ക്കായി 55 ലക്ഷം രൂപ ചിലവ് വരുമെന്നാണ് ഡോക്ടർമാർ നിർദ്ദേശിച്ചിട്ടുള്ളത്. ഇത്രയും വലിയൊരു തുക കണ്ടെത്തുവാൻ നിർധനരായ അജീഷിന്റെ കുടുംബത്തിന് കഴിയില്ല. കിടപ്പ് രോഗിയായ അമ്മ, പ്രായമായ അച്ഛൻ, ഭാര്യ ഹണിമ, 5 വയസ്സും 7 മാസം മാത്രം പ്രായവുമുള്ള 2 പെൺമക്കളുമടങ്ങുന്ന കുടുംബത്തിന്റെ ഏക അത്താണിയാണ് അജീഷ് എന്ന ഈ യുവാവ്. ശസ്ത്രക്രിയയ്ക്കാവശ്യമായ ഇത്രയും വലിയൊരു തുക കണ്ടെത്താൻ ഈ കുടുംബം നല്ലവരായ സുമനസ്സുകളുടെ സഹായം തേടുകയാണ്. ലൈഫ് ഭവന പദ്ധതിയിൽ വീട് ലഭിച്ച അജീഷിന്റെ വീടിന്റെ പണി പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഏറെ പ്രിയപ്പെട്ടൊരു അജീഷ് കുണ്ടന്നൂർ മുട്ടിക്കൽ വെള്ളക്കുന്ന് ഉന്നതിയിൽ ചീരാത്ത് വീട്ടിലെ അജീഷ് ഒരു തൊഴിലാളിയായി നിർമ്മാണ തൊഴിലാളിയായി പ്രവർത്തിച്ചു വരികയാണ്. ഈ സമയത്താണ് 2 കൊല്ലം മുമ്പ് അവിടെ ഒരു ക്യാമ്പ് ഖാദി സെൻറ്ററിൽ ക്യാമ്പ് നടത്തുകയും രോഗനിർണയ ക്യാമ്പ് നടത്തിയപ്പോൾ ആ രോഗനിർണയ ക്യാമ്പിൽ വരികയും അവിടെ നിന്ന് പരിശോധിച്ചപ്പോൾ ഇങ്ങനെ വൃക്ക തകരാറിലാണെന്ന് കാണുകയും തുടർ ചികിത്സ ചെയ്ത് വരികയാണ് 2 കൊല്ലക്കാരനായി. പക്ഷേ ഇന്ന് അതിൻ്റെ മൂർധന്യാവസ്ഥയിൽ എത്തി നിൽക്കുകയാണ്. 2 വൃക്കയും മാറ്റി പുതിയ ഡൊണറെ കണ്ടെത്തിക്കൊണ്ട് വൃക്ക മാറ്റിവെക്കണമെന്നാണ് ഡോക്ടർമാർ പറയുന്നത്. അപ്പോൾ ഭാരിച്ച ചെലവ് വരുന്ന കുടുംബത്തിനെ സംബന്ധിച്ച് 2 പെൺകുട്ടികളും തൊഴിലില്ലാത്ത ഭാര്യയുമായതുകൊണ്ട് വയ്യാത്ത അമ്മയും ഒരു ലൈഫ് പദ്ധതിയിൽ വീട് കിട്ടി അത് പൂർത്തീകരിക്കാൻ പറ്റാത്ത ഒരു നിർമ്മാണ തൊഴിലാളിയാണ് അജീഷ്. അജീഷിൻ്റെ കുടുംബത്തിന് ഭാരിച്ച ചെലവ് വരുമ്പോൾ അതിനെ സഹായിക്കാൻ വേണ്ടി പ്രിയപ്പെട്ട അവിടുത്തെ നാട്ടുകാർ ഒത്തുകൂടി, അവിടുത്തെ നല്ലവരായ ആളുകൾ ഒത്തുകൂടി പഞ്ചായത്ത് മെമ്പർ ചെയർമാനായി, പ്രഭിത ബാലകൃഷ്ണൻ ചെയർമാനായി, ഞാൻ ജനറൽ കൺവീനറുമായി ചന്ദ്രപ്രകാശ് ഇളമന ഞങ്ങൾ ഒരു കമ്മിറ്റി ഉണ്ടാക്കുകയും അവിടുത്തെ നിവാസികളുടെ എല്ലാവരുടെയും ഒത്തൊരുമയോടുകൂടി ഒരു സാമ്പത്തിക സഹായം അദ്ദേഹത്തിന് ഉണ്ടാക്കി കൊടുക്കുന്നതിനുള്ള ശ്രമം നടത്തി വരികയാണ്.
നാടിന് ഏറെ പ്രിയപ്പെട്ട അജീഷിൻ്റെ ഈ അപ്രതീക്ഷിത സാഹചര്യം വീട്ടുകാരെയും നാട്ടുകാരെയും സുഹൃത്തുക്കളെയും ഏറെ ദുഃഖത്തിലാക്കിയിരിക്കുകയാണ്. ചികിത്സയുടെ ഭാഗമായി സഹോദരിയുടെ വീട്ടിലാണ് അജീഷ് ഇപ്പോഴുള്ളത്. എത്രയും പെട്ടെന്ന് തന്നെ ഈ യുവാവിൻ്റെ ജീവൻ രക്ഷിക്കുന്നതിനായി അവരവരാൽ കഴിയുന്ന വിധത്തിൽ സഹായിക്കണമെന്നാണ് ഈ കുടുംബം അഭ്യർത്ഥിക്കുന്നത്. വാർഡ് മെമ്പർ പ്രബിത ബാലകൃഷ്ണൻ ചെയർമാനായും പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ഗിരീഷ്, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ സജി PM എന്നിവർ രക്ഷാധികാരികളായും ചന്ദ്രപ്രകാശ് ഇടമന ജനറൽ കൺവീനറായും ജീസൻ ചുങ്കത്ത് ട്രഷററായും രൂപീകരിച്ച അജീഷ് ചികിത്സാ സഹായ സമിതിയിലേക്ക് താഴെ കാണുന്ന അക്കൗണ്ട് മുഖേനയും GPay QR കോഡ് സ്കാൻ ചെയ്തും സഹായങ്ങൾ അയക്കാവുന്നതാണ്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ തൃക്കണപതിയാരം ബ്രാഞ്ച് അക്കൗണ്ട് നമ്പർ 6735566650, IFSC SBIN 00709220.